ഉൽപ്പത്തി പുസ്തകം 33 ബാറക്മോർ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി ഏശാവിനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെ അവരുടെ മക്കളെയും മുമ്പായും ലേയായുടെ അവളുടെ മക്കളുടെ പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്നെ സഹോദരനോട് അടുത്തു ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവനെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി നോക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോടുകൂടെയുള്ള ഇവർ ആര് എന്ന് ചോദിച്ചതിന്, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയായും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന്, യജമാന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദരനായി എനിക്ക് വേണ്ടുന്നത് കൊണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്യുന്നുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുമ്പായി നടക്കാമെന്ന് പറഞ്ഞു. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നായിളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാൻ അടിയന് മുമ്പായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയീരിൻ്റെ യജമാൻ്റെ അടുക്കൽ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്, യജമാൻ്റെ കൃപ ഉണ്ടായാൽ മതി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഏശാവ് അവന് തൻ്റെ വഴിക്ക് സെയീരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു. കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേര് പറയുന്നു. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം കനാദേശത്തിന് ശെഖേം പട്ടണത്തിന് സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. തൻ്റെ കൂടാരമടിച്ച നിലം ശെഖേമിൻ്റെ അപ്പനായ ഹമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ്റെ യാഗപീഠം പണിതത്. അതിന് എൽയേഹോ ഇസ്രായേൽ എന്ന് പേരിട്ടു. വാർക്കുന്നു.